ഡോക്ടർ, നമ്മൾ ഓൾറെഡി ഒരു ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ കോമൺലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് മൊഞ്ചാരോ ഡ്രഗ്. അപ്പോൾ ഡോക്ടർ, അതിന്റെ യൂസേജും പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണ്? ഫാത്തിമ പറഞ്ഞോട്ട് തന്നെ മൊഞ്ചാരോ പ്ലസ് ഒസംബിക് ഈ രണ്ട് ഡ്രഗുകൾ ഇപ്പം വളരെ കോമൺലി നമ്മൾ കേൾക്കുന്നതാണ്. ഈവൻ സോഷ്യൽ മീഡിയ തുറന്നാലും ഹെൽത്ത് ആർട്ടിക്കിൾസിലൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ യൂസേജ്, ഇത് ആർക്കൊക്കെയാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മൾ പ്രീവിയസ്ലി കുറച്ച് ഡിസ്കഷനിൽ നമ്മൾ ആരോഗ്യപ്രദമായ വെയിറ്റ് മാനേജ്മെന്റിനെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ അതിന് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറയുകയുണ്ടായി, കുറച്ച് സപ്ലിമെന്റ്സ് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്റ്റേജസിലൊന്നും ഒരു വ്യക്തിക്ക് കൺസിസ്റ്റന്റ് ആയി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പറ്റില്ലാത്തൊരു കേസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊഞ്ചാരോ അല്ലെങ്കിൽ ഒസംബിക് യൂസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഒരു ഹയർ സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ഒരു BMI ഒക്കെ ഒരു മോർ ദാൻ 35+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ പറയുന്ന സ്റ്റെപ്സുകളോ ഒക്കെ ഫെയിലിയർ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് വളരെ ഇൻഡിക്കേറ്റഡ് തന്നെയാണ്. സെക്കൻഡ് ഫേസ് നമ്മുടെ ഫെർട്ടിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങളായി കുട്ടികളില്ലാണ്ട് കൺസീവ് ആവാതെ നിൽക്കുന്ന കുറച്ച് കപ്പിൾസ് ഉണ്ടാവും. അവർക്കും ഒസംബിക് അല്ലെങ്കിൽ മൊഞ്ചാരോ ഒരു ഫലപ്രദമായ ഓപ്ഷൻ തന്നെയാണ്. ഡോക്ടർ, ഇതിന്റെ ഉപയോഗത്തിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് ഹോർമോൺസ് ഉണ്ട്. ഒന്ന് GLP-1 എന്നും GLP-1 എന്നും പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഗട്ടിൽ അത് ഉണ്ടാവും. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്യാസ്ട്രിക് എംറ്റിങ്ങിനെ സ്ലോ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസാണ്. രണ്ടാമത് ഇൻസുലിൻ പ്രൊഡക്ഷൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതിന്റെ മൊഞ്ചാരോയുടെ ധർമ്മം എന്ന് പറയുന്നത്, മൊഞ്ചാരോ ചെന്ന് ആക്ട് ചെയ്യുന്നത് അഗോണിസ്റ്റ് ആയിട്ടാണ്. ആക്ച്വലി ഇതിന് സമാനമായ ആക്ടിവിറ്റീസ് ആണ് ഈ മൊഞ്ചാരോ ചെന്ന് നമ്മുടെ ഈ ഹോർമോൺസിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉണ്ടാവുന്ന സമയത്ത് ഗ്യാസ്ട്രിക് എംറ്റിങ് സ്ലോ ആവും. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന്, എസ്പെഷ്യലി നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഫുഡ് കംപ്ലീറ്റ് എംറ്റിങ് ആവാണ്ട് സ്ലോ ഡൗൺ ചെയ്ത്, അതായത് എപ്പോഴും ഒരു അബ്ഡോമിനൽ ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു സാധ്യത അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസുലിൻ, അതായത് ലിവറിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിന്റെ ഒരു ഉൽപാദനത്തെ ഇത് റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സിനർജസ്റ്റിക് ആക്ഷനാണ്, അതായത് ഇത് കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷനാണ് നമ്മുടെ ഒരു വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആക്കുന്നത്. യൂഷ്വലി ഇത് സാധാരണ രീതിയിൽ നമ്മൾ വീക്കിലിയാണ് ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറൌണ്ട് ഒരു 3 months ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 to 12 kgs വരെയൊക്കെ നമുക്ക് റെഡ്യൂസ് ആയി കണ്ടുവന്നിട്ടുണ്ട്. ആർട്ടിക്കിൾസും, അതായത് പഠനങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ടൈപ്പ് 2 ഡയബറ്റിസിന് നമുക്കിത് വളരെ ഫലപ്രദമായി യൂസ് ചെയ്ത് കണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ, ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തത് കൊണ്ടൊരു ലോങ് ടൈം വെയിറ്റ് മാനേജ്മെന്റ് സാധ്യമാണോ? വളരെ വളരെ നല്ലൊരു ചോദ്യമാണത്. യൂഷ്വലി നമുക്കൊരു ഡിസൈഡ് വെയിറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് ഇതിന്റെ ഒരു യൂസ് ചെയ്യാവുന്നതാണ്. വൺസ് ഇത് നമ്മൾ ആ ഒരു കൃത്യമായ ഒരു വെയിറ്റ് ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിർത്തിയിട്ട് മേൽ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആരോഗ്യപരമായ വെയിറ്റ് മാനേജ്മെന്റിന് എന്തൊക്കെ ആവശ്യമാണോ, എസ്പെഷ്യലി നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റിക് പാറ്റേൺ വേണം, പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം, പ്രോപ്പറായിട്ടുള്ള ഒരു സപ്ലിമെന്റ്സ് വേണം. അപ്പം ഇതൊക്കെ അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസൈഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് നമുക്ക് അച്ചീവ് ചെയ്ത് കോൺസ്റ്റന്റ് ആയി നിലനിർത്താൻ പറ്റുന്നതാണ്.